ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. 10 ദിവസം ഗതാഗതം നിരോധിച്ച പ്രവൃത്തികൾ നടത്തിയിട്ടും വാടാനാംകുറിശ്ശിയിൽ റോഡ് അടഞ്ഞു തന്നെ. തിങ്കളാഴ്ച റോഡ് തുറക്കുമെന്ന് കരുതി എത്തിയ യാത്രക്കാർ വലഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി പ്രവൃത്തികൾ തടഞ്ഞു. 4 വർഷമായി നടക്കുന്ന മേൽപ്പാലം നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിലാണ്. പാലക്കാട് ഗുരുവായൂർ പാതയിലാണ് ഈ പ്രശ്നം എന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നിട്ടും നമുക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ല, നമുക്ക് ടു ബി സിമ്പിൾ സാർ നോക്കൂ, ഈ ഒരു സൈഡിലത്തെ സർവീസ് റോഡ് ഇത് ടാർ ചെയ്തിട്ട് എത്ര ദിവസമായി? ഒരു 2 മാസമായിട്ടില്ലല്ലോ. ആദ്യത്തെ മഴയിൽ തന്നെ ആ സർവീസ് റോഡ് പോയില്ലേ? മീൻസ് ഞാൻ ഒന്നുകൂടി പറയട്ടെ, അതിന്റെ ഇന്റേണൽ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് അറിയണോണ്ടാ പറഞ്ഞത്. അതിന് 7 lakhs rupees എസ്റ്റിമേറ്റ് ആണ് ചെയ്തത്. 7 lakhs rupees ചെയ്തിട്ടാണ് ഈ സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചത്. ഒരാഴ്ച നിന്നോ ഈ സർവീസ് റോഡ്? നിങ്ങൾ പറയും. ആ സർവീസ് റോഡ് അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ അതിന്റെ ഡബിൾ തന്നെ. അപ്പൊ ഇതൊക്കെ നമുക്ക് അതെ ഇതിന്റെ ഒരു മറുവശം കൂടി പറഞ്ഞുതരാം. ഇതിന്റെ ഒരു മറുവശം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പാലം പണി ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണതിന്റെ വേറൊരു ദൂഷ്യവശം കൂടി ഉണ്ട്. നമുക്കറിയാം, ഇത് ഈ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് യഥാസമയം എസ്റ്റിമേറ്റുകൾ റിവൈസ് ചെയ്ത് കിട്ടും. അതൊക്കെ നമുക്കറിയാം. നമ്മളിത് ഒരുപാട് ഇതാക്കിയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ 1 വർഷം നിങ്ങൾ അങ്ങനെ പറയുന്നത്, 1 വർഷം കഴിയുമ്പോൾ 5 കോടി റുപ്യ അനന്തര കമ്പിക്ക് കൂടി വില കൂടി 5 കോടി റുപ്യ എസ്റ്റിമേറ്റ് കൂട്ടിയിടാം, റിവൈസ് ചെയ്യാം. ഇതന്നെയാണ് ഇതിന്റെ പൊരുള്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിലൂടെ പ്രതിദിനം കടന്നുപോയിരുന്നത്. ഗേറ്റ് അടയ്ക്കുമ്പോൾ ഈ വാഹനങ്ങൾക്കുണ്ടാകുന്ന സമയനഷ്ടവും ബുദ്ധിമുട്ടും പരിഹരിക്കാനാണ് വാടാനാംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച 4 വർഷം പിന്നിട്ടിട്ടും പാലം പണി ഇപ്പോഴും പാതി വഴിയിലാണ്. ഇപ്പോഴും ദിവസങ്ങളോളം പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച് പ്രവൃത്തി നടത്തും. ഇത്തവണ 10 ദിവസമാണ് റോഡ് അടച്ചത്. ഞായറാഴ്ച വരെ റോഡ് അടയ്ക്കുമെന്നായിരുന്നു അറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ വാഹനങ്ങളെത്തിയെങ്കിലും റോഡ് തുറന്നില്ല. 10 ദിവസം എടുത്തിട്ടും പ്രവൃത്തികൾ പകുതി പോലും ആയിട്ടില്ല. റോഡ് തുറന്നെന്ന് കരുതി എത്തിയ യാത്രക്കാർ വഴിയിൽ കുടുങ്ങി. കുറച്ച് തൊഴിലാളികളെ വെച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. 10 ദിവസം പിന്നിട്ടിട്ടും യാത്രായോഗ്യമാക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. മഴ കാരണമാണ് പ്രവൃത്തികൾ വൈകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. മഴക്കാലത്ത് മഴ പെയ്യുമെന്ന് അറിയില്ലേ എന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ചോദ്യം. ഇത് വാടാനാംകുറിശ്ശിയിലെയും ഈ സമീപ പ്രദേശത്തെയും മൊത്തം ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ MLAയും ഇടതുപക്ഷ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ തുടങ്ങും. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി പ്രവൃത്തികൾ തടഞ്ഞു. ഇനി ഇവിടെ ഒരു തീരുമാനമാകുന്നത് വരെ യൂത്ത് കോൺഗ്രസും ഇതിൽ നിന്ന് പിന്നോട്ടില്ല. ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ചടക്കം ഞങ്ങൾ സംഘടിപ്പിക്കും. കാരണം ഇതിന്റെ ബുദ്ധിമുട്ട് ഈ പട്ടാമ്പിയുടെ MLAയും അറിയണം. MLAയുടെ യാത്ര പോകുന്നത് ബുദ്ധിമുട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ MLAക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താ എന്നുള്ളത് തിരിച്ചറിയുള്ളൂ. തുടക്കത്തിൽ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നില്ല. പണി നിർത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥരും കോൺഗ്രസ് പ്രവർത്തകരും പോലീസും നടത്തിയ ചർച്ചയിൽ 3 ദിവസത്തിനകം ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും സൗകര്യമൊരുക്കാമെന്ന് അറിയിപ്പ് ലഭിച്ചതായി പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നുമ്പോൾ ഉറപ്പ് പറഞ്ഞതാണ് ഇവർ ആ സൈഡിലൂടെ വണ്ടി വിടാനുള്ള സംവിധാനം ഉണ്ടാക്കും ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഇപ്പോൾ ഈ 10 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ അവിടുത്തെ പണി ഒരു പൊടി പോലും അവിടുത്തെ പണി അളകിയിട്ടില്ല. രണ്ടാമത് ആ സൈഡ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇത് കൂടെ നടക്കാനുള്ള ഒരു സൗകര്യമെങ്കിലും ഈ അപ്രോച്ച് റോഡ് അവരുണ്ടാക്കേണ്ടി വന്നു. ഇതിപ്പോൾ അവിടെ നിന്നുള്ള മണ്ണൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടിട്ടാണ്. ഇനിയുള്ള 10 ദിവസം കൊണ്ട് ഈ പണി തീരുന്ന ഒരു ഗ്യാരണ്ടി ജനങ്ങളെ തടച്ചിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ പണിയെടുക്കേണ്ടതാണ്. ഒരുപാട് പണിക്കാരും തൊഴിലാളികളും കൊടുക്കും. ബസ്സുകൾ മേൽപ്പാല നിർമ്മാണ സ്ഥലത്തിന് അപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് സർവീസ് നടത്തുന്നത്. മഴ കൊണ്ടും റോഡിലെ കുഴികളിലെ ചെളിക്കെട്ടിലൂടെയുമൊക്കെയാണ് കുട്ടികളടക്കമുള്ളവർ പോകുന്നത്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.